ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രവീൺ പ്രണവ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ആ പെൺകുട്ടിക്കെതിരെ നേരിട്ട ഗാർഹിക പീഡനം അതൊരു സാമൂഹ്യ വിപത്താണെന്നതുകൊണ്ടാണ് ആ വിഷയം പ്രതികരിച്ചത്. അതിനു മുൻപേ നടന്ന ഒരു കാര്യത്തിലും പ്രതികരിച്ചിട്ടുമില്ല. കാരണം അതൊരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു ഫാമിലി അഫെയറാണ്. അതിൽ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല എന്ന നിലപാടായിരുന്നു ഞാൻ എടുത്തത്. പക്ഷേ കഴിഞ്ഞ വീഡിയോ അങ്ങനെയായിരുന്നില്ല. അതൊരു സാമൂഹ്യ വിപത്താണ് എന്നുള്ളതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചത്. മാത്രമല്ല, നിങ്ങൾ ഈ ഫാമിലി യൂട്യൂബേഴ്സിനെ കാണുന്ന സംഭവമല്ല അവരുടെ ജീവിതം എന്ന് സാധാരണക്കാരായ വ്യൂവേഴ്സിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊരു ഉദ്ദേശം കൂടി ആ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈ കാര്യങ്ങളുടെ പോക്കിൽ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ആ ഒരു സീക്വൻസ്, ഈ വീഡിയോയൊക്കെ പോസ്റ്റ് ചെയ്ത സീക്വൻഷ്യൽ കൾമിനേഷൻ എന്നൊരു വാക്യാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം ഒരു സംഭവത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് എന്നാണ് ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. പക്ഷെ ആ സംശയം എന്ന വീഡിയോ പറയാതിരുന്നത് നമ്മൾക്കൊരു ഔചിത്യ ബോധമുള്ളത് കൊണ്ടാണ്. ഒരു മരണ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗജ പോക്കിരിയായിരിക്കും. ആ മരണ വീട്ടിൽ ചെന്നിട്ട് ഞാനൊരു മൈക്കും കെട്ടി ഇയാളുടെ കുറ്റങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? നാട്ടുകാർ എന്നെ എടുത്തിട്ട് പെരുമാറും. ഇന്ന് പ്രവീൺ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നിരിക്കുകയാണ്. അത് കണ്ടതോടെ എൻ്റെ മനസ്സിലുള്ള സംശയം ഞാൻ ഉറപ്പിച്ചു. അത് ഇന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഇത് പറയുന്നതോടെ ആൾക്കാർ എന്നെ എയറിലേക്ക് വിടുമായിരിക്കും. പക്ഷേ എന്തിനാണ് ആളുകളെ മണ്ടന്മാരാക്കുന്നത്? എന്തിനാണ് ഇത്തരം ഫാമിലി ഡ്രാമകൾ കൊണ്ടുവന്ന് ആളുകളുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ പറയാതിരിക്കാതെ വയ്യ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളാരും ഉണ്ടാക്കിയ സാഹചര്യമല്ല കേട്ടോ. അവരുടെ വീട്ടുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയൊരു സാഹചര്യമാണ്. അല്ലാതെ പുറത്തുനിന്ന് ഒരു മനുഷ്യൻ ഈ വിഷയത്തിൽ അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടിയില്ലെന്ന് മനസ്സിലായി. എന്ത് വർത്താനാണ് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം എത്ര എമ്പതറ്റിക് ആയിട്ടാണ് ആ വിഷയത്തിൽ സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ പുറത്ത് തട്ടിയിട്ട് നേരെ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്ത് ന്യായീകരിച്ച് അങ്ങോട്ട് പൂട്ടാനുള്ള പരിപാടിയാണ്. അതിങ്ങനെ പൂട്ടാൻ വരട്ടെ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിലവിലുള്ള പ്രശ്നത്തിൻ്റെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. ആര് നടത്തി? വളച്ചൊടിച്ചത് ആരാണ്? ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നതുകൊണ്ടാണ്. വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടക്കാനുള്ള കാരണം നിങ്ങളുടെ ഫാമിലിയാണ് വന്നിരുന്ന് സംസാരിച്ചത്, കരഞ്ഞു പിഴിഞ്ഞ് സംസാരിച്ചത്. അപ്പോഴാണ് നിങ്ങൾക്കെതിരെ സൈബർ ബുള്ളിങ് വന്നത്. അല്ലാതെ നാട്ടുകാരും എടുത്ത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതല്ല. പക്ഷെ അതിന് പിന്നാലെ കുറെ ആളുകൾ റെവലേഷനായിട്ട് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചടിയാവുമെന്ന് നോക്കിയിട്ടാണോന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം വേറെ, ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. ഇത് നിങ്ങൾക്കറിയില്ല. ഈ വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് നാട്ടിന് മുമ്പിൽ കാണിച്ചിട്ട് വീട്ടുകാരൊക്കെ താറടിച്ച് കാണിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ചിട്ട് ഒരാളല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ച് കാണിച്ചു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് നിങ്ങളുടെ ഫാമിലിയാണ് ബാധിക്കുന്നതെന്ന്. ഇപ്പോഴാണോ വെളിവുണ്ടായത്? ആവശ്യത്തിന് റീച്ചായി. അതേപോലെ തന്നെ അനിയൻ്റെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും വന്നു, റീച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണോ മനസ്സിലായത് ഇത് ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണെന്ന്? അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. ഓക്കെ, ഇനി എനിക്ക് ഈ വിഷയത്തിൽ നേരത്തെ തോന്നിയിരുന്ന ചില സംശയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ. അതിനെക്കുറിച്ച് തന്നെ അതിൽ കമൻ്റ് ഇട്ട ആളുകൾ 1-2 പേര് പറഞ്ഞിരുന്നു കേട്ടോ. ഇതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഈ വീഡിയോ? ഇതിൽ ചില കാര്യങ്ങൾ സിങ്ക് ആവുന്നില്ല, ലിങ്ക്ഡ് ആവുന്നില്ല എന്നുള്ളത്. ഞാൻ അവരോട് മറുപടി പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇതിനകത്ത് ചില കാര്യത്തിൽ സംശയങ്ങളുണ്ട്, എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന്. ഇതിൻ്റെ പേരിൽ ഏറിലായാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ഈ ഫാമിലി വ്ളോഗ്സിനെ കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തതുകൊണ്ട് എൻ്റെ സുഹൃത്ത്, അദ്ദേഹം വ്ളോഗ് കാണുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തന്നു. ഏറ്റവും അവസാനം ഇറങ്ങിയ വീഡിയോ വരെയുള്ള സാഹചര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അവസാനത്തെ വീഡിയോയെക്കുറിച്ച് പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? അപ്പോൾ അവർ പറഞ്ഞു, ചെയ്തത് മഹാമോശമല്ല, പെൺകുട്ടിയോട് കാണിച്ചത്, അങ്ങനെ ചെയ്യാവോ? ഞാൻ പറഞ്ഞത് ശരിയാ, പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വീഡിയോ പോസ്റ്റിങ്ങിനെ കുറിച്ച് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചതിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയതുകൊണ്ടാകാം അവർ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവർ റീച്ചിന് വേണ്ടി ചെയ്തതെന്നാണോ? ഇത്തിരി ദേഷ്യത്തിൽ അങ്ങനെ ചോദിക്കുന്നത്. അവർ റീച്ചിന് വേണ്ടി ചെയ്തതെന്നാണോ? അവർക്ക് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്, പിന്നെ അവർക്ക് റീച്ചിന് വേണ്ടി ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്കിപ്പോൾ നിലവിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആവറേജ് ഒരു 50,000 60,000 വ്യൂസ് വരുന്നുണ്ട്. അതങ്ങനെ തന്നെ തുടരണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അല്ലെങ്കിൽ അതൊന്ന് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, ആവറേജ് ഒരു 2 ലക്ഷം വ്യൂസ് വരണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ടോ? അതുണ്ട്. ശരി, നിങ്ങൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു?
എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം, എങ്ങനെയെങ്കിലും ഒരു 4000 മണിക്കൂർ കിട്ടണം, മെല്ലെ ഈ ചാനലിൽ കുറച്ച് വ്യൂസൊക്കെ വരണം. അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താ? ഒരു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ കൊള്ളാം അല്ലേ? ഇനി 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാലോ? നിങ്ങൾ അവിടെ വെച്ച് നിർത്തുമോ? 1 മില്യൺ സബ്സ്ക്രൈബേഴ്സായി അവിടെ വെച്ച് നിങ്ങൾ നിർത്തുമോ? നിങ്ങൾക്കത് 2 മില്യൺ ആക്കാനുള്ള ആഗ്രഹം വരും. പറഞ്ഞേ 10 ലക്ഷമൊക്കെ അതിൽ ആവശ്യത്തിനായല്ലോ. ഞാൻ പറഞ്ഞില്ല. ഇന്നസെൻറ്റും മാളയുള്ളൊരു സിനിമയുണ്ട്, മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിൽ ഇന്നസെൻ്റ് ഒരു അച്ഛൻ്റെ കഥാപാത്രമാണ്. മാളയോട് ചോദിക്കും, നിനക്ക് 2 കാറുണ്ടെങ്കിൽ 1 കാറ് കൊടുക്കുമോ? അപ്പം മാള പറയും, ഉറപ്പായിട്ടും കൊടുക്കും. 2 വീടുണ്ടെങ്കിൽ കൊടുക്കുമോ? കൊടുക്കാം അച്ഛാന്ന് പറയും. 2 പശു ഉണ്ടെങ്കിൽ കൊടുക്കുമോ? ഇല്ല അച്ചോ. എന്താ കാര്യം? എനിക്ക് 2 പശുവുണ്ട്. അപ്പോൾ റിയാലിറ്റിയിൽ നമ്മളത് ചെയ്യില്ല. 10 ലക്ഷം ആയിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ 10 20 ലക്ഷം ആക്കണം, 3 മില്യൺ ആക്കണം, 50 മില്യൺ ആക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. ഇതിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിന് റീച്ച് കൂടണമെന്ന് എത്രയൊക്കെ നിങ്ങളുടെ ചാനൽ വലുതായാലും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇനിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരണം, ഇനിയും കൂടുതൽ വ്യൂവേഴ്സ് വരണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു മോണിറ്ററി ഇൻറ്റൻഷൻ ഉണ്ട് എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണ വീട്ടിൽ ചെന്നിട്ട് മരിച്ചെടുക്കുന്ന ആളെ കുറ്റം പറയുന്ന പോലെയാണ്. അതൊരു ഔചിത്യമില്ലാത്ത സംസാരമായി പോവും. പ്രത്യേകിച്ച് ആ പെങ്ങളുടെ വീഡിയോ നമ്മൾ കണ്ടാണല്ലോ, അതിൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് കണ്ടതിന് ശേഷം നമ്മൾ എന്തായാലും റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയത് ആ വിഷയത്തിൽ. നമുക്കൊരു സ്വസ്ഥത കിട്ടില്ലേ ഇത് കണ്ട്? ഉറക്കം കിട്ടില്ല ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും. അപ്പോഴാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. ആ പെങ്ങളുടെ അവസ്ഥ കണ്ട് ചെയ്തതാണ് ആ സംഭവം. അതുവരെയും ഞാൻ പറഞ്ഞല്ലോ, അതൊരു പേഴ്സണൽ അഫെയറാണ്, ഫാമിലി അഫെയറാണെന്ന് കരുതി മാറ്റിവെച്ച കാര്യം. ആ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു വീക്കറായ ആൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സുണ്ടായിരുന്നു ഞാൻ പറയുന്നത്. 80% ആ വീക്കറായുടെ കൂടെ ആയിരിക്കും, 20% മാത്രമാണ് ഈ സ്ട്രോങ് ആയ ആൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. 80% സപ്പോർട്ട് ഈ വീക്കറായ ആളുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഞാൻ വിചാരിക്കുകയാണ്, ഇത് ജെനുവിനാണോ, ഇത് ഇവരുടെ ഇൻറ്റൻഷൻ കറക്റ്റാണോ എന്നുള്ള ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയാതെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോയുടെ ഇടയിൽ, എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. അത് വരാനുള്ള കാര്യം ഇതാണ്. പ്രണവ് ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയതെന്ന് എങ്ങനെയാണ് ഈ വ്യൂവേഴ്സ് അറിഞ്ഞത്? പ്രണവ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലേ? ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന പ്രണവ് ഇത്രയും നാൾ മറച്ചു വെച്ചതല്ലേ? അങ്ങനെയാണല്ലോ പറഞ്ഞത് ആ വീഡിയോയിൽ. ഞാൻ മറച്ചു വെച്ചിരിക്കായിരുന്നു ഇത്രയും കാലം, ഈ വിഷയം മറച്ചു വെക്കായിരുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടല്ല ആൾക്കാർ ചോദ്യം ചെയ്യും. ഞാനത് ശ്രദ്ധിക്കാനുള്ള കാരണം ഗോപ്രോ റിയാക്ട്സ് എന്ന് പറയുന്ന വ്യക്തി റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് പ്രഗ്നൻസി ക്യാരിയിങ് പീരീഡാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്നതും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നതും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരുടെ ഈ പ്രഗ്നൻസി ഈ ഒരു അവസ്ഥയിൽ പോകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് എന്ന് ഈ ഗോപ്രോ റിയാക്ട്സ് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. ഞാൻ 1 ടൈം വാച്ചാണ് നടത്തിയിരിക്കുന്നത്. തെറ്റിപ്പോയെങ്കിൽ ഗോപ്രോ റിയാക്ട് ക്ഷമിക്കണം. പക്ഷെ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇത് ഫാമിലിയെ എക്സ്പോസ് ചെയ്യുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കിയ പ്രവീൺ എന്തുകൊണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു? അതുകൊണ്ടല്ലേ ചോദ്യങ്ങളൊന്നും. അല്ലെങ്കിൽ ആൾക്കാർ ചോദ്യം ചെയ്തു തുടങ്ങി, എന്താ പ്രവീൺ അച്ഛനെവിടെ അമ്മയുടെ ടൂറൊക്കെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നതല്ല, എന്ത് ചെയ്യുക, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവരെ വിളിച്ചില്ല, എന്തുകൊണ്ട് അവർ വന്നില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ്, ഫാമിലിക്ക് നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രൈവറ്റ് ചെയ്യുന്നില്ല വീഡിയോ. എന്തേ ചെയ്തില്ല? അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത വീഡിയോ ഇട്ടു, അമ്മ വൈകിയാണ് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ വന്നതെന്ന്. സാധാരണ ഇതിൽ നമ്മളുടെ കാര്യത്തിൽ പാരൻസ് 2 പാരൻസ് അവിടെ തന്നെ നിൽക്കും. മിക്കവരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം അമ്മമാർക്ക് ഒരിക്കലും വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അവർ ഉറപ്പായിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ വന്ന് നിൽക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുത്ത് പുറത്തു വിട്ടു, അമ്മ വൈകിയാണ് വന്നതെന്നുള്ളത്. ഇത് എരുതിയിൽ എണ്ണ ഒഴിച്ചതല്ലേ? നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ചു, ഇത് കൂടുതൽ വിഷയമാണെന്ന് വന്നു, ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വന്നു, നിങ്ങളുടെ അമ്മയ്ക്കെതിരെ ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്, വീട്ടുകാർക്കെതിരെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെന്നുള്ള അവസ്ഥ വന്നു എന്ന് വന്നപ്പോൾ നിങ്ങളിത് പ്രൈവറ്റ് ചെയ്തില്ല. അപ്പോഴും നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത് നിങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണെന്ന്? അടുത്ത കാര്യം നിങ്ങൾ എന്താ ചെയ്തത്? കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ അഡ്രസ്സ് ഇല്ലാത്തവരാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴാണ് കൂടുതൽ വിഷയം വന്ന് ഫാമിലിക്കെതിരെ വലിയ അറ്റാക്ക് ഉണ്ടായി. നിങ്ങളുടെ ഫാമിലിക്കെതിരെ അന്ന് നിങ്ങളിത് പ്രൈവറ്റ് ആക്കാൻ തോന്നിയില്ല? ഈ കാര്യം എന്താണെന്നറിയാവോ? ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു, നിങ്ങളുടെ അനിയൻ്റെ ചാനലിന് നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ട് വേണമായിരുന്നു. കാരണം അത് കഴിഞ്ഞാൽ റെസ്പോൺസ് ഇട്ടൊരു വീഡിയോ ഇട്ടല്ലോ, ചടപട എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ്. ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ ആ ചാനൽ തുടങ്ങി, പടപടയെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഈ വിഷയം വന്നപ്പോൾ അവിടെ കയറി വന്നു. നിങ്ങളുടെ അനിയൻ ഈ വിഷയത്തിൽ എപ്പോഴാണ് ലോങ് വീഡിയോ ഇട്ട് പ്രതികരിച്ചതെന്ന് അറിയാവോ? ആ ചാനലിന് ആവശ്യത്തിന് വ്യൂവർഷിപ്പായി മോണറ്റൈസ്ഡ് ആയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഒരു ലോങ് വീഡിയോ ഇട്ടു. ആ ലോങ് വീഡിയോ മോണറ്റൈസ്ഡ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
നിങ്ങളുടെ ഈ വീഡിയോസ് ഏതെങ്കിലും ഒന്ന് മോണറ്റൈസ്ഡ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ റിയാക്ട് ചെയ്യുന്ന വീഡിയോയും മോണറ്റൈസ്ഡ് അല്ലെന്ന്. ആണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ വിഷയത്തിന് ഒരുപാട് സാധ്യതയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നിട്ടും നിങ്ങൾ ആദ്യം ചെയ്ത 4 വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിരുന്നത് അത് വ്യക്തിപരമായ കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ട. ഞാൻ ഇട്ടാൽ എനിക്ക് വ്യൂസ് കിട്ടുമായിരിക്കും. പക്ഷേ ഒരു വ്യക്തിപര വിഷയത്തേക്ക് ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള പൈസ വേണ്ട എന്ന് വെക്കാനും എനിക്കറിയാം. ഇനി ഈ വിഷയം കത്തി പടർന്നിരിക്കുകയാണല്ലോ. നിങ്ങളുടെ വീട്ടുകാർ ഒരു ഇമോഷണൽ ഡ്രാമ വീഡിയോ ഇട്ടു. ആ വീഡിയോ വിട്ട സമയത്ത് നിങ്ങൾ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇരിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഡ്രാമ കളിച്ചതെന്ന് പറഞ്ഞത്. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത്. ബുദ്ധിയുള്ള പാരൻസ് ആണെങ്കിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ബുദ്ധിയുള്ള വീട്ടുകാർ എന്താ ചെയ്യുക, ഞങ്ങൾ ഇനി അവനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്താൽ ഇങ്ങനെ അടിച്ചതും ചീത്ത പറഞ്ഞതും വോയിസ് നോട്ട് അയച്ചു വെക്കാൻ അവൻ പുറത്തു വിടും. അങ്ങനെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ അത് ഞങ്ങളെ ബാധിക്കുമെന്ന് വിചാരിച്ച് അവരത് ചെയ്യില്ല. അപ്പം അവരത് പുറത്തു വിട്ടു. കാരണം ആ വീഡിയോയ്ക്കും റീച്ച് കിട്ടും, വ്യൂസ് കിട്ടും എന്നൊക്കെ അവർക്കറിയാം. അവസാനം നിങ്ങൾ ഈ വീഡിയോ ഇട്ടു. ആ വീഡിയോ എനിക്ക് അത് റിയലായിട്ട് സംഭവിച്ചതാണെന്നാണ് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളൊരിക്കലും നമ്മളുടെ പെങ്ങന്മാർക്കൊന്നും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് നിങ്ങൾ വീഡിയോ എടുക്കാൻ കാണിച്ചൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊക്കെ സസ്പീഷ്യസ് ആയിരുന്നു പ്രവീണെ. പെൺകുട്ടിയുടെ പുറത്തടിയേറ്റു. നമ്മൾ നേരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആ സമയത്തൊക്കെ. കാരണം അങ്ങനെയാണ്, നമുക്ക് വളരെ സെൻസിറ്റീവായ ഒരു പീരീഡാണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ പെട്ടെന്നൊന്നും ആലോചിക്കുന്നത് ഈ വീഡിയോ എടുക്കാനൊന്നും അല്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനാണ് നോക്കുന്നത്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കാറിലിരുന്ന് വീഡിയോ എടുക്കുന്നു. അപ്പോഴെൻ്റെ ഒരു സംശയമായിരുന്നു, സാധാരണഗതിയിൽ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുണ്ടല്ലോ, എങ്ങോട്ട് പോകുന്ന ആലോചിക്കേണ്ട സമയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതൊരു വളരെ ക്രിട്ടിക്കലായ ഒരു സമയത്തൊക്കെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? എന്താണ് പ്രശ്നം? അതിനകത്ത് പോകാൻ എങ്ങൊരു സ്ഥലമില്ല എന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കയറ്റിക്കൊണ്ടുവന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഒരു 6 മാസം കഴിയുമ്പോൾ ഈ വിഷയം എല്ലാവരും മറക്കില്ലേ? പറഞ്ഞു മറക്കും. ശരി, ആ സമയത്ത് ഈ ഫാമിലി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിൽക്കണ കാണുമ്പോൾ എന്തായിരിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രതികരണം? അവർ പറഞ്ഞു അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അത് കണ്ടല്ലോ, ഞങ്ങൾക്ക് സന്തോഷമായി. ഇനി ഒരുമിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യൂ, ഞങ്ങളത് കാണാം. ഇതായിരിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സ്. ശരിയല്ലേ? ശരിയാണ്. കാരണം നമ്മളത് ആഗ്രഹിക്കുന്നില്ലല്ലോ മനുഷ്യർ തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കണം, തല്ലൂടി ജീവിക്കണമെന്ന്. അവർ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാനാണ് ആരായാലും ആഗ്രഹിക്കുക. ഈ ഫൂളാക്കപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവരന്ന് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അവരന്ന് നിങ്ങളുടെ ഡാൻസ് കാണാനും നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കാനൊക്കെ വരും. ഇതിപ്പോൾ കുറച്ച് നേരത്തെ ഒന്നുമില്ല, ഞാൻ 6 മാസം സമയമാണ് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. പക്ഷെ ഇതിപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വന്നു സംഭവം എന്താണെന്നുള്ളത്. ഇത് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു, നിലവിലുള്ള പ്രശ്നത്തിൻ്റെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നതാണ്. വളച്ചൊടിച്ചതൊക്കെ നിങ്ങളാണ്. നിങ്ങളുടെ വീട്ടുകാരാണ് വളച്ചൊടിച്ച് സംസാരിച്ചത്, ഞങ്ങളല്ല. ആരുമല്ല. ഒരു സബ്സ്ക്രൈബറുമല്ല, ഒരു വ്യൂവറുമല്ല, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തവരുമല്ല. വളച്ചൊടിച്ച് സംസാരിച്ചത് നിങ്ങളുടെ ഫാമിലിയാണ്. നിങ്ങളാണ് ഈ വിഷയം കൊണ്ടുവന്നിട്ട്, നിങ്ങളാണ് ഈ വിഷയത്തിന് റീച്ച് കിട്ടുമെന്ന് കരുതി പെരുമാറിയത്. അല്ലാതെ ഞങ്ങളാരും പ്രവീണ ഒന്ന് വീട്ടുകാരായിട്ട് അടിയുണ്ടാക്കിയിട്ടൊരു വീഡിയോ ഇട്ട് തരുമോ, ഞങ്ങൾക്ക് കുറച്ച് റിയാക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് ആൾക്കാർ നിങ്ങൾ വല്ല അടിയുണ്ടാക്കിയിട്ട് വീഡിയോ അപ്പോൾ കുറച്ച് വ്യൂഷിപ്പ് ഇട്ടിട്ടെ, കുറച്ച് റീച്ച് ഇട്ടിട്ടെ എന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞോ? നിങ്ങൾ ചെയ്ത കാര്യമാണ്. എന്തായാലും എനിക്ക് വിഷയത്തിൽ വേറെ ഒന്നും പറയാനില്ല. ഈ വിഷയം ഇന്നലെ എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സഹോദരിയുടെ അവസ്ഥ കണ്ടെടുത്തതാണ്. ഇല്ലെങ്കിൽ അതുപോലും ഞാൻ പ്രതികരിക്കില്ലായിരുന്നു ആ വിഷയം. അത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഫാമിലി വ്ളോഗേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോകുള്ളൂ എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവരൊരു ഓപ്പൺ ബുക്ക് പോലെയാണ് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ അവരിപ്പോഴും നിങ്ങളെ കാണിക്കുന്നത് സിലക്റ്റഡ് ചാപ്റ്റേഴ്സാണ്. അവർക്ക് ഏത് ചാപ്റ്റർ കാണിച്ചാൽ റീച്ച് കിട്ടുമെന്നറിയാം, ഏത് ചാപ്റ്റർ കാണിച്ചാൽ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല എന്നറിയാം. അങ്ങനെ റീച്ച് കിട്ടുന്ന ചാപ്റ്റർ മാത്രം അവർ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ട് ഞങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് പറയും. എന്തായാലും ഇനി ഈ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല. എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്? എന്നെ എയറിൽ വിടാനാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് വിചാരിക്കാനാണോ? എന്തായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.